ഇടുക്കി മലങ്കര അണക്കെട്ട് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇടമാണ്. എപ്പോഴെത്തിയാലും കുളിർമ നൽകുന്ന പ്രദേശം. മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല എങ്കിലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറി. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ ചുവട്ടിൽ നിന്നുള്ള നാട്ടുവൈബിലേക്ക്. തെരഞ്ഞെടുപ്പാണ്. ഇടുക്കി ഇടത്തോട്ടോ വലത്തോട്ടോ? ചേട്ടാ, എങ്ങനെയാണ് ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ? ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയെ ഏറെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളും കർഷകരും തിങ്ങിപ്പറക്കുന്ന മേഖലയാണ്. കർഷക മേഖലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ അത് ഇപ്പം നമുക്ക് റബ്ബറിൻ്റെ താങ്ങുവില പോലെ 200 രൂപയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന റബ്ബറിൻ്റെ താങ്ങുവില 200, അവർ പ്രകടന പത്രികയിൽ പറഞ്ഞത് 250-300 ആക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ 200 ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഉള്ളത്. അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്താണെങ്കിലും LDF തുടർഭരണം ഉണ്ടാവും. എല്ലാ ഇലക്ഷനിലും കിറ്റ് കൊടുത്തോ അല്ലെങ്കിൽ ഈ 10 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വോട്ട് നേടി വിജയിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. ഒരു ഭാഗത്തുനിന്ന് പെൻഷൻ്റെ കാര്യം പറയും, മറ്റു ഭാഗത്തുനിന്ന് ഇത് പറഞ്ഞ് ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങളെ പൊട്ടീസാക്കുന്ന ഒരു പരിപാടിയാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയിക്കണം. അങ്ങനെയാണ്. UDF അവർക്ക് അനുകൂലമായിട്ടേ പറയുള്ളൂ. പക്ഷേ രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡ് നശിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ തവണ UDF പോയത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഉള്ളത് മലങ്കര ഡാമിൻ്റെ തൊട്ടടുത്താണ്. വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വികസിപ്പിക്കാവുന്ന സാധ്യതയുള്ള ഇടമാണ്. ആ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? അത് നടക്കണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന നിലവിലുള്ള MLA UDF-കാരനാണ്, MP UDF-കാരനാണ്, പഞ്ചായത്ത് UDF-ൻ്റെതാണ്. ഇവിടെ ആ മേഖലയിൽ ഒരു രൂപയുടെ നാണയത്തിൻ്റെ നീക്കം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ ഇട്ട കല്ലാണെന്നാണ് പറയുന്നത്. കല്ലും ആ കല്ല് ഭാഗമായിട്ടുള്ള വികസനം നടന്നേക്കുന്നത്. എല്ലായിടത്തും എല്ലാ പാർട്ടിക്കാരും ഇപ്പം യുവാക്കൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യുവാക്കൾ വന്നിട്ടേ കാര്യമുള്ളൂ. പഴയ ആൾക്കാർ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പല വാർഡുകളിലും നമുക്കറിയാം ദുർബലമായ സ്ഥാനാർത്ഥികൾ, BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ CPM ദുർബലമായ സ്ഥാനാർത്ഥികൾ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളും അവർ രണ്ടാമത് വന്നിട്ടുണ്ട്. CPM ഇവിടെ പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾ മൂന്നാമത് പോകുന്ന സാഹചര്യം വന്നിട്ടുള്ളത് അവർ തമ്മിലൊരു ധാരണയുടെ പുറത്തായിട്ടാണ്. അല്ലല്ല അത് അദ്ദേഹം വെറുതെ ചുമ്മാ ശുദ്ധമായ അസംബന്ധമാണ്. കേരള രാഷ്ട്രീയത്തെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ വരവ് നമുക്ക് നോക്കാം. CPM-ലേക്കല്ല വന്നത്. കേരളത്തിൻ്റെ ചാണക്യനായിരുന്നു K. കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തത് BJP-യിലേക്കാണ്. അതുപോലെ തന്നെ പിന്നീട് വന്ന ശ്രീ A. K. ആൻ്റണി, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോയതും BJP-യിലേക്കാണ്. അപ്പോൾ ഇവരീ പറഞ്ഞ ഈ അണ്ടർസ്റ്റാൻഡിങ് ബന്ധമെന്ന് പറയുന്നത് കേരളത്തിലെ UDF-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര ബന്ധമുണ്ട്. വെറുതെ ശുദ്ധമായ അസംബന്ധമാണ്. മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഇടുക്കി തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ ശക്തമായ അടിയൊഴുക്കുകൾ ഇടുക്കിയുടെ മലമടക്കുകൾക്കടിയിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് കാത്തിരിക്കാം മലയോര ജില്ലയിലെ ജനങ്ങൾ എന്ത് വിധി എഴുതുമെന്ന്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.